ഹലോ ഗൈസ്, എല്ലാവർക്കും വെബ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കരിയർ ഒരു IT ഡെവലപ്പറായിട്ട് ആണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വെബ് ഡെവലപ്പറായിട്ടാണ് നമ്മൾ ഇനി മുതൽ ജോലി ചെയ്യാൻ പോകുന്നത്, അതാണ് എൻ്റെ കരിയർ പാത്തെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട 10 കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 10 കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ 10 കാര്യങ്ങൾ എല്ലാവർക്കും നിർബന്ധമാവണമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. ചിലവർക്ക് അത് നിർബന്ധമായിരിക്കാം, ചിലരത് ഫോളോ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ ഒരു 10 പോയിന്റിലേക്ക് കൺക്ലൂഡ് ചെയ്യാൻ കാരണം എൻ്റെ കഴിഞ്ഞ 8-9 വർഷത്തെ ഈ ഒരു ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അപ്പം അത് മനസ്സിൽ വെക്കുക, എല്ലാം മസ്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണ്. അതായത് എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിൽ സെറ്റ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഫീൽഡിൽ, പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നമ്മുടെ സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിൽ സെറ്റ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തില്ല, അതായത് കാലാനുസൃതമായിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കരിയറിലേക്ക് പുറകിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതെൻ്റെ ജീവിതത്തിൽ, എൻ്റെ കരിയറിൽ സംഭവിച്ച ഒരു കാര്യമാണ്. പിന്നുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കരിയറിൽ നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞ് നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ആവുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുമല്ലോ. ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഒരു വെബ് ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ജോബ് സ്വിച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം ട്രിവാൻഡ്രം, കാലിക്കറ്റ്, നമ്മുടെ കൊച്ചിയിലായാലും അല്ലെങ്കിൽ ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി, ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ഓപ്പണിങ്സ് നമ്മുടെ ഈ ഒരു ഫീൽഡിലുണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും വിദേശത്ത് വന്നിട്ട് ഒരു വിസിറ്റ് വിസയൊക്കെ എടുത്ത് വിദേശത്ത് വന്നിട്ട് നിങ്ങളൊരു ജോലി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ ജോലി കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോഴും നമ്മുടെ നാട്ടിലെ പേ സ്കെയിൽ വളരെയധികം പുറകിലോട്ടാണ്. പക്ഷേ വിദേശത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡബിൾ അല്ലെങ്കിൽ 3 ഇരട്ടി 4 ഇരട്ടി ശമ്പളമൊക്കെ നമുക്ക് ഓഫർ ചെയ്യുന്ന കമ്പനീസ് വിദേശത്തുണ്ട്. അപ്പം ഇത് നിർബന്ധമായിട്ടും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അനുഭവം വെച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചിലവർക്കറിയാം വിദേശത്ത് പോകണ്ട, അത്യാവശ്യം നാട്ടിൽ ജീവിച്ച് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നാട്ടിൽ കഴിഞ്ഞുകൂടാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്, ഇത് ഞാൻ എൻ്റെ കരിയറിൽ വരുത്തിയ ഒരു മിസ്റ്റേക്കാണ്, ഒരു വലിയ മിസ്റ്റേക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനിയിൽ നമ്മൾ ഒരു ഡ്യൂറേഷനിൽ കൂടുതൽ നമ്മളവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പാടില്ല. അതായത് നമ്മളൊരു 4 ഇപ്പോൾ എനിക്കിപ്പോൾ 2-3 പേരെ അറിയാം. ഈ അടുത്ത് ഞാൻ പരിചയപ്പെട്ട കുറച്ച് പേര് 10 വർഷമൊക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ട 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൂടെ വെച്ചിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. അതായത് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു, അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആ കമ്പനി പുതിയ പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യാനായിട്ടുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് അതിനുള്ള ട്രെയിനിങ് തരുന്നുണ്ട്. പിന്നെ എല്ലാ വർഷവും നമുക്ക് ഒരു മോശമല്ലാത്ത ഒരു ഇൻക്രിമെൻറ്റ് തരുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ചൊരു അധികം കാലം അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. വിച്ച് മീൻസ് അവർ നമുക്ക് അത്രയും വാല്യൂ തരുന്നു എന്നാണ് അർത്ഥം. അതല്ലാതെ ചില കമ്പനീസ് നമുക്ക് തരുന്നത് തുച്ഛമായിട്ടുള്ള ഇൻക്രിമെൻ്റ് ആയിരിക്കും. നമ്മൾ ഒരു പർട്ടിക്കുലർ ഫ്രെയിം വർക്കിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളും അവിടെ ആ ഒരു കംഫർട്ട് സോണിൽ എന്താവും, ഇങ്ങനെ വർക്ക് ചെയ്ത് നമ്മളും അവിടെ ഇരിക്കും. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് അവിടുന്ന് ജോലി ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പം നമ്മുടെ ടെക്നോളജീസ് എല്ലാം ഒരുപാട് മാറിയിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മളിപ്പോഴും ആ ഒരു പഴയ ടെക്നോളജിയിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു കമ്പനിയിലും നമ്മൾ ഒരുപാട് കാലം നിൽക്കാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ, അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നമുക്കറിയാം നമ്മുടെ കമ്പനീസിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ല പ്രഷർ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സുമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെ അങ്ങനെ കുറേ ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ ഓരോ ഇൻഡിവിജ്വലും വ്യത്യസ്തരാണ്. അപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ എടുക്കുന്നത് വേറെ വേറെ രീതിയിലാണ്. അപ്പം നമ്മുടെ കമ്പനീസിലൊക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻസൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നിലവിലത്തെ ജോലി കളഞ്ഞിട്ട് വേറൊരു ജോലിയിലേക്ക് കടക്കാതിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കളഞ്ഞിട്ട് വേറെ, ഞാൻ മുമ്പേ പറഞ്ഞൊരു പോയിൻ്റ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കാരണം കുറേ ജോലി സാധ്യതകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്.
എന്നിരുന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ സമയം മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിസിഷനിൽ ചിലപ്പോൾ നമ്മുടെ കരിയറിലൊരു ബ്രേക്ക് വരാനായിട്ടൊക്കെ ഉള്ള ഒരു സാധ്യത ചിലപ്പം ഉണ്ടാവാം. ഈ ഒരു പോയിന്റ് എത്രത്തോളം വാലിഡ് ആണ് എന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഞാൻ പറയുന്നത് നിലവിലത്തെ ജോലി കളഞ്ഞിട്ടൊരിക്കലും വേറൊരു ജോലി തപ്പി പോവാതിരിക്കുക. ഓക്കെ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇപ്പോൾ കുറേ ആളുകളൊക്കെ ഫിനാൻഷ്യൽ ഫ്രീഡത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഇൻകം ഒരിക്കലും നമ്മുടെ മന്ത് എൻഡിൽ കിട്ടുന്ന ആ ഒരു സാലറിയെ ബേസ്ഡ് ചെയ്തായിരിക്കരുത്. നമ്മൾ മൾട്ടിപ്പിൾ ഇൻകംസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഫീൽഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീലാൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ കമ്പനിയിലെ പ്രഷറൊക്കെ കുറയുന്ന സമയത്തൊക്കെ ആ ഒരു സമയത്തെങ്കിലും നിങ്ങൾ വർഷത്തിൽ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീലാൻസ് ചെയ്ത് കരിയറും ലൈഫും കുടുംബമൊക്കെ ആയിട്ടുള്ള ആ ഒരു ബാലൻസ് കളയാതെ ഇടയ്ക്കെങ്കിലും ഒരു ഫ്രീലാൻസ് ചെയ്തിട്ട് വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അതിനോടനുബന്ധിച്ച് മറ്റൊരു പോയിന്റ് കൂടി വരുന്നുണ്ട്. അതെന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപേ പറഞ്ഞ ആ ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അതായത് നമ്മൾ ഒരു ഫ്രീലാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് കുറേ കോണ്ടാക്ട്സ് നമുക്ക് കിട്ടും. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ഫ്രീലാൻസ് ചെയ്ത് തുടങ്ങുന്നത് നമ്മുടെ ലോക്കൽ അടുത്തുള്ള ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ നമ്മളത് ഫ്രീലാൻസിലേക്ക് കൂടുതൽ താല്പര്യരാവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ പുറത്തുള്ള വിദേശത്തുള്ള ക്ലയൻസിനെയൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ലോങ് ടേം റിലേഷൻഷിപ്പൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിദേശത്തോട്ടൊക്കെ ജോലി നോക്കുമ്പം അവരുടെയൊക്കെ സഹായങ്ങളൊക്കെ നമുക്ക് കിട്ടും. കാരണം അങ്ങനെയൊക്കെ ഉള്ള കുറേ ഫ്രണ്ട്സിനെയൊക്കെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്. എന്താണെന്ന് വെച്ചാൽ കോണ്ടാക്ട്സ് നമ്മുടെ ഫീൽഡിലുള്ള ആളുകളുമായിട്ട് എപ്പോഴും ഉണ്ടാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത ഒരു പോയിന്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞു നമ്മളെപ്പോഴും നമ്മുടെ സ്കിൽ സെറ്റ് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഒരു പോയിൻ്റാണിത്. അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണിപ്പോൾ നമ്മുടെ കരിയറിൽ സംഭവിക്കുന്നത് എന്നറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വായിക്കണം. അതൊക്കെ വേറെ കാര്യം. എന്നിരുന്നാലും മറ്റുള്ള ഇപ്പോൾ ഇൻഡീഡ്, നൗകരി ഗൾഫ്, ലിങ്ക്ഡിൻ അതിനകത്തൊക്കെ ഉണ്ടാവുന്ന പോസ്റ്റുകൾ നോക്കുക. നമ്മുടെ ഫീൽഡിലുള്ള പോസ്റ്റുകൾ നോക്കിയിട്ട് അതിനകത്തുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുക. എന്തൊക്കെയാണ് റിക്രൂട്ടേഴ്സ് ചോദിക്കുന്നതെന്നുള്ളത് എപ്പോഴും അതിനകത്ത് ഒരു കണ്ണ് വെക്കുക. അതിനനുസരിച്ച് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഈ കാട് കയറിയുള്ള പഠിത്തമൊക്കെ ഒഴിവാക്കിയിട്ട് അതിന് അനുസരിച്ച് നമുക്ക് നമ്മുടെ കരിയറിനെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, എനിക്ക് കുറേ മെസ്സേജ് വന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ഈ ഒരു ഫീൽഡിനകത്ത് കയറി കഴിഞ്ഞാൽ തുടക്കക്കാരായാലും ഒരു മിഡ് ലെവലുള്ള ആൾക്കാരാണെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ടൈം ലൈൻ കൊടുക്കുക എന്നുള്ളത്. മനസ്സിലായോ? ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോജക്റ്റ് തരുന്നു. അപ്പം നമ്മുടെ ടീം ലീഡ് ചോദിക്കുകയാണ് എന്നത് തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്നത്തേക്കാണ് ഇത് ഡെലിവറി ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ടൈം ലൈൻ കൊടുക്കേണ്ടതെന്നുള്ളത് പലർക്കും അറിയില്ല. കാരണം ഇഷ്ടംപോലെ മെസ്സേജ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പം എനിക്കും ആദ്യം ഈ ഒരു സ്ട്രഗിൾസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെറുതെ പേജസ് പോയിട്ട് നോക്കിയിട്ട് ഒരു മനക്കണക്കുണ്ടാക്കാതെ ഞാൻ എന്താ പേഴ്സണലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓരോ കമ്പോണൻറ്റും പോയി നോക്കും. ഇപ്പോൾ അവരുടെ അടുത്ത് ടൈം ലൈൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഗിവ് മീ 1 hour, ഞാൻ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറയും. അതിനുശേഷം ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ വന്നിട്ട് ആ ഡിസൈനകത്തുള്ള ഓരോ കമ്പോണൻറ്റും ഞാൻ നോക്കി നോട്ട്സ് എഴുതി ഗ്ലോബൽ കമ്പോണൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബ്ലോക്കേഴ്സ് വരാനായിട്ടുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളിതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം നമുക്ക് പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അപ്പോൾ അതിന് കുറച്ചുകൂടി അധികം ടൈം നമ്മൾ എടുക്കണോ എന്നുള്ള കുറേ ചോദ്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചോദിച്ച് ഇത് ഓരോ കമ്പോണൻറ്റിനും എത്ര മണിക്കൂർ എന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ട് ആ മണിക്കൂറുകളെല്ലാം കൂട്ടും. അപ്പോൾ എനിക്കൊരു 36 മണിക്കൂറാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഞാനൊരു 40-42 മണിക്കൂർ ഞാൻ എന്തൊക്കെയാലും ചോദിച്ചിരിക്കും. അപ്പം ഇതിനകത്ത് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് QA കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം. അതായത് ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ, അപ്പോൾ റെസ്പോൺസീവ്നെസ്സും എല്ലാം നമ്മൾ തന്നെ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടി എക്സ്ട്രാ ടൈം നമ്മൾ നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ ടൈം ലൈൻ കൊടുക്കുമ്പം നമ്മൾ സ്പെസിഫൈ ചെയ്ത് തന്നെ പറയുക, പേജ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇത്രയും ദിവസം, QA ചെയ്യാനായിട്ട് 2 to 3 days, പിന്നെ ആനിമേഷൻ ചെയ്യാനായിട്ട് 2 to 3 days എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് കുറച്ചുകൂടി അർജൻറ്റായിട്ടുള്ള ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ
നമുക്ക് ക്വാളിറ്റിക്കകത്തുള്ള ടൈം കുറച്ച് കുറയ്ക്കാം, ആനിമേഷനകത്തുള്ള ടൈമും കുറച്ചുകൂടി കുറയ്ക്കാനായിട്ടൊക്കെ നമുക്ക് പറ്റും. അപ്പം ടൈം ലൈൻ എപ്പോഴും കൊടുക്കുമ്പോൾ വളരെ വളരെ അലേർട്ടായിട്ട് ടൈം ലൈൻ കൊടുക്കുക. ബഫർ ടൈം ആഡ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ബഫർ ടൈം എന്ന് പറയുമ്പോൾ ചുമ്മാതങ്ങ് നമ്മൾ ബഫർ ടൈം ഇട്ട് കൊടുക്കരുത്. അത് നമ്മൾ കമ്പനിയെ ചീറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കും. നമ്മൾ എന്തിനാണ് ഈ ബഫർ ടൈം ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ചില കാൽക്കുലേഷനൊക്കെ നമ്മൾ കൊടുത്ത ടൈം ലൈനകത്ത് ചില കാൽക്കുലേഷൻ നമ്മൾ 4 മണിക്കൂർ എന്നുള്ള ചിലപ്പം ഒരു 2 മണിക്കൂർ എക്സ്ട്രാ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ബഫർ ടൈമിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മറ്റൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞല്ലോ നിർബന്ധമുള്ള ഒരു പോയിൻ്റ് അല്ല, പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പോയിൻ്റാണ്. എൻ്റെ കരിയറിൽ വളരെ വൈകി തിരിച്ചറിഞ്ഞ ഒരു കാര്യം ആണിത്. അതായത് നമ്മളൊരു 20-ാമത്തെ വയസ്സ് 21-ാമത്തെ വയസ്സിൽ നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു 22-23-ാമത്തെ വയസ്സിൽ നമ്മൾ ജോലിക്ക് കയറുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യരുത് നമ്മളൊരു 60 ഇയേഴ്സ് ഓഫ് ഏജ് വരെ നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ ജോലിക്ക് കയറരുത്. നമ്മൾ ഒരു 22-ാമത്തെ വയസ്സിൽ കയറുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന കൊണ്ടിട്ടുള്ള ഒരു ഫിനാൻസ് മാനേജ്മെൻറ്റൊക്കെ നമ്മൾ ആ ഒരു സമയത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 40-45 ഏജിൽ നമുക്ക് റിട്ടയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റിട്ടയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ജോലി മാറുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനൊക്കെ നമ്മൾ തരണം ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ഫിനാൻസ് മാനേജ്മെൻറ്റ് കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 40-45 ഏജിൽ നമുക്ക് എന്തൊക്കെയാലും റിട്ടയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു വഴി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ വരുമാനത്തെ നമ്മളെപ്പോഴും വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് കിട്ടിയ വരുമാനം നമുക്ക് വേണ്ടി വീണ്ടും പണിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ആർ മാർക്കറ്റ് ടു റിസ്ക് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാനിവിടെ പറയുകയാണ്. പക്ഷേ എന്നിരുന്നാലും ലോങ് ടേമിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 22-ാമത്തെ വയസ്സ് മുതൽ 40-ാമത്തെ വയസ്സ് വരെ ആകുമ്പം 18 വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ മാസവും നിങ്ങളുടെ സാലറിയുടെ ഒരു 20-30% നിങ്ങൾക്ക് മിനിമം അത്രയെങ്കിലും ഒന്ന് മാറ്റാനായിട്ട് പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ ഒരു മാറ്റം നമ്മുടെ എയർലി റിട്ടയർമെൻറ്റിന് നമുക്ക് സാധിക്കാനായിട്ട് പറ്റും. അപ്പം നിർബന്ധമായിട്ടും എല്ലാവരും നമ്മുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഞാനിതെൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ അവരെ നിർബന്ധിക്കാത്തൊരു കാര്യമുണ്ട്. അതായത് ഒരു 8 hours നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം ഒരിക്കലും നമ്മൾ സ്റ്റോക്കിലേക്ക് പോയിട്ട് ഒരറിവും ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതൊക്കെ നമ്മുടെ ഫോക്കസ് ഏരിയ അതല്ല. നമ്മുടെ ഫോക്കസ് ഏരിയ എന്നുള്ളത് നമ്മുടെ വർക്കാണ്. അപ്പം മന്ത്ലി SIP ആയിട്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആയിട്ട് നമ്മുടെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് ഫണ്ട്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തലവേദന മാറി നിൽക്കും. അത് ലോങ് ടേം ആണ്. അപ്പം നമ്മുടെ മാർക്കറ്റ് എത്ര വലിയ അപ്പും ഡൗൺസും വന്നാലും അതൊന്നും പ്രശ്നമില്ല. കാരണം നമ്മളത് പൈസ മാറ്റി വെക്കുന്നത് ലോങ് ടേമിലേക്കാണ്. അപ്പം നമുക്ക് എന്തൊക്കെയായാലും ഒരു വലിയൊരു ഗെയിൻ അതിൽ നിന്ന് ഫ്യൂച്ചറിൽ എന്തൊക്കെയാലും കിട്ടും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പോയിൻ്റാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുക. ലവ് വാട്ട് യു ഡു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫീൽഡിൽ. കാരണം ഞാൻ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് എനിക്ക് കരിയറിൽ ജോലിയൊന്നും ആവാതിരുന്ന സമയത്ത് ഞാനൊരു BPO കമ്പനിയിൽ ജോലി ചെയ്തപ്പം ഞാൻ അവിടെ 3 വർഷവും ഞാൻ ഹാപ്പി ആയിട്ടല്ല വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെയിലി വരുന്നു, നമ്മൾ സ്ഥിരം കാര്യങ്ങൾ ചെയ്യുന്നു, പോകുന്നു. പിന്നീട് ഈ വെബ്സൈറ്റ് ഡിസൈനിങ്ങിലേക്ക് വന്നപ്പം എനിക്ക് കിട്ടിയൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഭയങ്കര പ്രഷറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആ സൈറ്റ് ലൈവായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ആ ഒരു സൈറ്റ് വെച്ചിട്ട് കുറേ പേർക്ക് സർവീസസ് കിട്ടുന്നു, കുറേ പേര് ആ സൈറ്റ് കാണുന്നു. ഇതൊക്കെ ആരാണ് ചെയ്തത് എന്നൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്ത ഒരു വർക്ക് ലോകവ്യാപകമായിട്ട് അവൈലബിൾ ആണ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഈ ഒരു ഫീൽഡ് ഇത്രയും വർഷം കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കാരണവും അത് തന്നെയാണ്. ഞാൻ എന്താണോ ചെയ്യുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രഷറും മെൻ്റൽ അങ്ങനെയുള്ള സ്ട്രഗിൾസും എല്ലാം വരുമെങ്കിലും ആ ഒരു വർക്ക് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ നിന്ന് ടോട്ടലി ഫ്രീ ആയി നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അടുത്ത ഒരു പ്രോജക്റ്റിലേക്ക് കടക്കുന്നത്. അപ്പം എന്തൊക്കെയായാലും നിങ്ങൾ ഇത്രയും പോയിൻറ്റ്സ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കരിയറിന് വേണ്ടിയിട്ടാണ്. അപ്പം
അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് വാലിഡായിട്ട് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നിങ്ങളുടെ കമൻറ്റ്സ് താഴെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.